ബി.ജെ.പിയുടെ കേരളത്തിലെ 2ാം സീറ്റ് എന്ന മോഹത്തെ തകർത്തത് ആരാണെന്നറിയാമോ? തിരുവനന്തപുരം നഗരവും തീരദേശവുമാണ്. 2014 ബി.ജെ.പിക്കായി ഒ രാജഗോപാൽ മുന്നിലെത്തിയ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നിൽ പിന്നിൽ പോയതാണ് രാജീവ് ചന്ദ്രശേഖറിന് തിരിച്ചടിയായത്. RSSന് നല്ല സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. നിലവിൽ ബി.ജെ.പിക്ക് 10 കൗൺസിലർമാർ അവിടെയുണ്ട്. തീരദേശ മേഖല കൂടിയുള്ള തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂർ നേടിയ 4541 വോട്ടുകളുടെ ലീഡാണ് ബി.ജെ.പിയെ തോൽപ്പിച്ചത്. ഇവിടെ 10,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ബി.ജെ.പി പ്രതീക്ഷിച്ചത്. പാറശാലയിലും നെയ്യാറ്റിൻകരയിലും കോവളത്തും ശശി തരൂരിൻ്റെ ലീഡ് കുറയ്ക്കുക, ഇതിനൊപ്പം നേമത്തും വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും കഴക്കൂട്ടത്തും പരമാവധി ലീഡ് നേടുക, ഇതൊക്കെയായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി.ജെ.പിയുടെ ആക്ഷൻ പ്ലാൻ. 2014 ഈ 4 മണ്ഡലത്തിലും ഒ രാജഗോപാൽ മുന്നിലെത്തിയിരുന്നത് കണക്കിലെടുത്തായിരുന്നു ഈ കളികൾ കളിച്ചത്. പാറശാലയിലെ ലീഡ് കൊണ്ടാണ് അന്ന് ശശി തരൂർ ജയിച്ചത്. ഇത് മനസ്സിലാക്കി നഗരമേഖലയിൽ വോട്ട് പരമാവധി കൂട്ടാനുള്ള തന്ത്രമാണ് ബി.ജെ.പി ആവിഷ്കരിച്ചത്. നേമത്ത് 22,613 വോട്ടും കഴക്കൂട്ടത്ത് 10,842 വോട്ടും ഭൂരിപക്ഷം നേടിയ രാജീവ് ചന്ദ്രശേഖറിന് വട്ടിയൂർക്കാവിൽ 8,162 വോട്ടും ഭൂരിപക്ഷം കിട്ടി. രാജീവിന് 3 മണ്ഡലങ്ങളിൽ നിന്നുമുള്ള മൊത്തം ഭൂരിപക്ഷം 41,617 വോട്ടായിരുന്നു. ഇതിനെ 4ഇടത്തെ ഭൂരിപക്ഷത്തിൻ്റെ മികവിൽ തരൂർ മറികടന്നു. അവിടെ ഒരു നഗരമണ്ഡലവും ഉണ്ടായിരുന്നതാണ് ശ്രദ്ധേയം. പാറശാലയിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രചാരണ മികവിൽ തരൂരിൻ്റെ ഭൂരിപക്ഷം 13,069 വോട്ടായി കുറഞ്ഞു. കോവളത്ത് ഭൂരിപക്ഷം 16,666 കുറച്ചു. നെയ്യാറ്റിൻകരയിൽ 22,613 വോട്ടായിരുന്നു തരൂരിൻ്റെ ഭൂരിപക്ഷം. ഇതെല്ലാം ബി.ജെ.പി പ്രതീക്ഷിച്ചതാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്ത് 4,541 വോട്ടിൻ്റെ കുറവുണ്ടാകുമെന്ന് ബി.ജെ.പി സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവിടെയാണ് താളം പിടിച്ചത്. കുറഞ്ഞത് 6,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് ഭൂരിപക്ഷം കിട്ടിയിരുന്നുവെങ്കിൽ പോസ്റ്റൽ വോട്ടിൻ്റെ അടക്കം ഭൂരിപക്ഷ പിന്തുണയിൽ തരൂർ നേടിയ 16,077 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെ മറികടന്ന് ജയിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമായിരുന്നു. ആ കണക്കൂട്ടലാണ് തെറ്റിയത്. ഇതൊക്കെയാണെങ്കിലും തോൽവിയിലും ഭാവിയിൽ തിരുവനന്തപുരത്ത് ജയിക്കാനുള്ള സാധ്യത കൂട്ടുന്നതാണ് രാജീവിൻ്റെ പോരാട്ടമെന്ന് ബി.ജെ.പി വിലയിരുത്തുന്നു. 2014 രാജഗോപാലിന് 4 നിയമസഭയിലും തരൂരിന് 3ഇടത്തും ലീഡ് കിട്ടി. ഇതേ സാഹചര്യം സൃഷ്ടിക്കാൻ എന്തുകൊണ്ട് ഇത്തവണ ഇളക്കിമറിച്ച പ്രചാരണത്തിലൂടെ കഴിഞ്ഞില്ല എന്നാണ് ബി.ജെ.പിക്ക് മുന്നിൽ ചോദ്യമായി അവശേഷിക്കുന്നത്. ഇലക്ഷൻ മാനേജ്മെൻറ്റിലെ വീഴ്ചയാണെന്നാണ് നേതാക്കൾ പറയുന്നത്. നെയ്യാറ്റിൻകരയിലെയും തിരുവനന്തപുരത്തെയും നായർ വോട്ടുകളെ അനുകൂലമാക്കിയതാണ് തരൂരിന് ജയമൊരുക്കിയതെന്നും ബി.ജെ.പി കരുതുന്നു.